ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും. ഞങ്ങളും അതെ, രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് നെയ്മോൾ ഈ ഡാൻസ് കളിക്കുന്നത്. അവൾക്ക് പാട്ട് കേട്ടാൽ ഇങ്ങനെ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അതിക്കുട്ടനും അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് പൂക്കളിടാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ പിന്നെ കുറച്ച് പൂക്കൾ ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് അമ്പലത്തിൽ പോയി വന്നിട്ടിടാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കി പണികളെല്ലാം ഉണ്ട്, പോയി വന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പിന്നെ കുറച്ച് ലേറ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ തിരുവണ്ണൂരിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് കൂട്ടാനാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വരും, അവർ ചെറുവണ്ണൂരിൽ നിന്ന് വന്നോളും. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ ഒരു പരിപാടിയിലാണ്. മിയമോൾ ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്. അപ്പോൾ അവളോട് ഞാൻ പൂവൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുമിച്ചിടാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മിയമോൾ തിരുവാതിരൻ്റെ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ പിന്നെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെക്കുട്ടീനെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവൾ കട്ട് ചെയ്ത സമയം കൊണ്ട് ഞാൻ സദ്യയുടെ കുറച്ച് പരിപാടികളൊക്കെ ഇന്നലെ കഴിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് കുറച്ചൊന്ന് കൂളായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ തൊട്ടേ പണികളായിരിക്കുമല്ലോ. അപ്പോൾ മക്കളെ വെച്ചിട്ട് അങ്ങനെ കഴിയാത്തതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ബാക്കിയുള്ള സദ്യയുടെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൂക്കളിടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നെയ്മോളും അതിക്കുട്ടനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കുമ്പോൾ ഇട്ട പൂക്കളൊക്കെ കേടാവുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ലേറ്റായിട്ട് പൂടുമ്പോൾ ഒരു സങ്കടമല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരു പറ്റുന്ന രീതിയിലൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിയമോൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച പൂക്കളൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അവൾ പേപ്പറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിന്നെ ഇടാലോ. അത് മാത്രമല്ല, ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഫുള്ള് പൂക്കളാണ്. അപ്പോൾ നീ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാനും കഴിയില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേശ്ശെ പുറത്തേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തിലേക്ക് പോകാൻ നോക്കുന്നത്. അപ്പോൾ നന്ദുവേട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നന്ദുവേട്ടനും ഇഷ്ടമാണ് പൂക്കളിടാനൊക്കെ. അപ്പോൾ ഇങ്ങനെ മക്കൾ അതുവരെ പുറത്ത് കുട്ടിയുടെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇടാൻ പറ്റിയത്. അവരും കൂടെ ഇടാൻ വരികയാണെന്ന് വെച്ചാൽ തീരെ നമുക്ക് ഇടാൻ കഴിയൂല. ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ അങ്ങനെ ഡിസൈനൊന്നും ആദ്യം വരച്ച് വെച്ചിട്ടില്ല. സാധാരണ തിരുവോണത്തിന് നല്ല രീതിയിൽ ഡിസൈനൊക്കെ വരച്ചിട്ടൊക്കെയാണ് പൂക്കളിടാറ്, നല്ല വൃത്തിയിലിടാറുണ്ട്. ഇത്തവണ വെറുതെ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് അങ്ങനെ ഇട്ട് പോവുക ചെയ്തത്. ഒന്നാമത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇട്ട് കഴിഞ്ഞാലും മക്കൾക്കറിയില്ലല്ലോ, അവർ 2 പ്രാവശ്യം നടക്കുമ്പോഴേക്കും ആ പൂക്കളൊക്കെ കേടാക്കും. അപ്പോൾ നന്ദോട്ടൻ പറഞ്ഞു, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ നല്ലോണം പോലെ ഇടാം, ഇപ്രാവശ്യം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നാമത് ഇനി അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ മക്കളുടെ മൂഡൊക്കെ മാറും ചിലപ്പോൾ. അവർക്ക് ഇന്നെന്താണെന്നാലും നല്ലൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പോയിട്ട് അവിടുന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അധികം മഴയാവുന്നതിൻ്റെ മുന്നേ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് വേഗം ഇറങ്ങുകയാണ്. അങ്ങനെ ഇനി അമ്പലത്തിൽ പോയിട്ട് തിരുവണ്ണൂരൊക്കെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാൻ. വന്നിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാനും മക്കൾക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ബാക്കിയൊക്കെ ഇനി അമ്പലത്തിൽ പോയിട്ട് നമുക്ക് കാണാം. അതിരേ, നമ്മളെവിടെ പോവാ? ഷാമിനെ കാണാൻ പോവല്ലേ? അപ്പൊ ഞങ്ങള് ഒന്ന് അമ്പലത്തിലേക്ക് പോവാണ്. ഇനി ബാക്കിയൊക്കെ പോയി വന്നിട്ട് നോക്കണം. നേമോള് അതിരിക്കൂട്ടം എൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ്. അല്ലെ നേമോളാണ് ആദ്യം മുന്നോട്ട് വരാറ്. ഉറക്കം വരുന്നുണ്ടോ? പൂവിട്ടോ ഓണായിട്ട്? എല്ലാരും പൂവിട്ടോ ചോദിച്ചോക്ക്. പൂക്കളൊക്കെ ഇട്ടോ ചോദിച്ചോക്ക്. നേമോള് പൂവിട്ടനെയാ?
നമ്മളെ പുതിയ ഡ്രസ്സ് എവിടെ? ഓണക്കോടി എവിടെ? ആ ഡ്രസ്സ് അതാ. ടൈ ടൈ അതിക്കുട്ടിന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കും. ഞങ്ങൾ അമ്പലത്തിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. നല്ല തിരക്കാണ്. അങ്ങനെ നെയ്മോളും നീയക്കുട്ടിയും കൂടി മുന്നിൽ നടന്ന് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പരിപാടി നോക്കുകയാണ്. നന്നായി ലേറ്റായിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി. ദോശയും ചട്നിയായിരുന്നു ഇന്ന് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷൻ തുടങ്ങുന്നത്, ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കുന്നത്. അതിൽ കൂടെ നേക്കുട്ടിയും അമ്മേനെയും അച്ഛനെയും കണ്ടപ്പം കുറേ നേരം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വല്ലാതെ വെറുപ്പിച്ചപ്പോൾ നന്ദുവേട്ടൻ പുറത്തേക്ക് കൊണ്ടുപോയതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറേ നേരം മക്കൾ അച്ഛൻ്റെ കൂടെ കളിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ വേഗം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഒരുപാട് പണിയൊന്നും ഇല്ലായിരുന്നു. കുറേയൊക്കെ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ച് പണികളേ ഉള്ളായിരുന്നു. എന്നാലും ഉണ്ട്, പായസമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദുവേട്ടനെ ഏൽപ്പിച്ചു പായസം പ്രിപ്പറേഷൻ. അങ്ങനെ നന്ദുവേട്ടൻ പായസമൊക്കെ അത് കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാവരും അമ്മയും അച്ഛനും ഒക്കെ അപ്പോഴേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെ അമ്മമാർ രണ്ടുപേരും ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിന് കുറച്ച് തേങ്ങയൊക്കെ കൊണ്ട് കൊടുത്തു. ഈ ചെറുപയർ പരിപ്പ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ കട്ട് ചെയ്തിടണമല്ലോ. അപ്പോൾ അത് കൊണ്ട് കൊടുത്തപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് അതൊക്കെ കുറച്ച് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും അടിപൊളിയാക്കി. അപ്പോഴേക്കും തന്നെ അച്ഛൻ ഒന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നു കഴിഞ്ഞാലാണ് പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാനിരുന്നത്. അപ്പോൾ സദ്യയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അവിടെ അതിരിക്കൂട്ടനും നേക്കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് നന്ദുവേട്ടൻ്റെ കൂടെ. അവരങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം.